दर्शक का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए चार्ली मूवी के सीन 7 का रिएक्शन। और अब हमें जो मेन स्टोरी जो हमें इंटरवल भग कर रही थी, अब उसका भी हमें रीजन पता लग गया है। लेकिन अब जो मेन क्वेश्चन है वो यही है कि ये सब ये क्यों कर रहे हैं और ये क्या है जो इन्होंने एक बेस बना रखा है। और क्या पता ये सारा कमाई उसी के लिए कर रहे हो कि भाई इनको वो बेस अच्छा मेंटेन रखना है, जहाँ पे कोई किसी का नहीं है वो इनका हो जाता है। सच में यार, ये मतलब इनका नेचर तो हमें पता लग ही गया। पहले तो हमको थोड़ा ऐसे लग रहे थे, नोमैड टाइप लग रहे थे कि बस उनको रैंडमली अपनी लाइफ जीनी है, पर अब हमको इनका पर्पस पता चल रहा है। पर मुझे इनकी भी स्टोरी जाननी है कि इनके साथ क्या हुआ था। तो देखते हैं क्या हुआ। तो अब भी देखो, हम देखते हैं। लेट्स स्टार्ट। കണ്ണൻ ചേട്ടാ മാമാ രണ്ട് ചായ ദാ തരാം ரோசி பாப்பா உடம்பெல்லாம் எப்படி இருக்கு ടാറ്റാ ഇവിടെ ആരും എൻ്റെ പാസ്റ്റൊന്നും ചോദിച്ചിട്ടില്ല. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, കൂടെ പഠിച്ച ആളായിരുന്നു. ഒരു ദിവസം അവൻ വന്ന് പറഞ്ഞു അവൻ FRCS കിട്ടി ലണ്ടനിൽ പോകണമെന്ന്. ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്നൊക്കെ. കരിയറിസ്റ്റായ ഒരാളെ നമ്മൾ നിരാശപ്പെടുത്തരുതല്ലോ. ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഹാപ്പിയാക്കി വിട്ടു. പക്ഷേ ഞാൻ വല്ലാതെ ഡിപ്രസ്ഡ് ആയിപ്പോയി. അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇൻഡിപെൻഡൻ്റായി ചെയ്യുന്നൊരു ഓപ്പറേഷനായിരുന്നു. മനസ്സ് പാളിപ്പോയി. 10 വയസ്സുള്ളൊരു കുട്ടിയുടെ ജീവൻ എൻ്റെ കൈകൊണ്ട്. പത്രത്തിലും TV യിലൊക്കെ വലിയ വാർത്തയായി. ഞാനന്ന് 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ഒരു ഡിപ്രഷനിൽ അതും कितनी प्रॉब्लम एक साथ आ गई. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും അതിൻ്റെ ഒക്കെ അപ്പുറത്തല്ലേ ജീവിതത്തിൻ്റെ ഫേറ്റ്. അന്ന് അയാൾ എനിക്ക് തിരിച്ചു തന്നത് പുതിയൊരു ജീവിതം മാത്രമായിരുന്നില്ല. അവിടെ ചെന്നാ കാപ്പി കിട്ടും. കാപ്പി അമ്പളി ഉന്നത്താണെന്റെ. അത് ശരി, എല്ലാം കെട്ടിപ്പറക്കി എടുത്തോണ്ട് പോകാൻ പോവാന്നോ? ആഹാ, കുഞ്ഞപ്പൻ കണക്കും പറയാൻ തുടങ്ങി. തോന്നുമ്പോ വരിക, തോന്നുമ്പോ പോവുക, അതാണല്ലോ നിന്റെ കണക്ക്. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കട്ടെ. ശരിക്കും മുറിക്കോ ഇല്ലേ? കഴിഞ്ഞ അവിടുത്തെ പോലെ ഇടിച്ചമ്മന്തി എല്ലാം കൂടി കുപ്പി നങ്ങ് ഡൈവ് ചെയ്ത് ബാഗിലാവും. ഗുഡ് മോർണിംഗ്. एक न्यू लाइफ दे रहा है सबको. ചക്കര കാപ്പിയാ? लुंगी पहन रखी है नीचे. ഉഷാറാവട്ടെ. ഉറക്കമൊക്കെ എങ്ങനെയാ? ഹാപ്പി അല്ലായിരുന്നോ? ഇടിയറിച്ച് ഉണക്കുവിനോ? നമ്മുടെ ചില 80 years old ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങുവാ. കമ്പം തേനിന്ന് ചുറ്റിട്ട് നേരെ അംബാസമുദ്രം. അപ്പൊ എന്നാ ഡോക്ടറെ പരിപാടി? പോണോന്ന് തോന്നിയാ വണ്ടി ന്യൂട്രലിട്ട് ചുമ്മാ കുന്നിറക്കും. അയ്യോ പോവുകയാണോ? 1-2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? പിന്നെ കണ്ട കളവന്മാരോട് മലമുട്ടി കിടന്ന് കപ്പ തിന്നാനേ വേറെ ആളെ നോക്കണം. നുമ്മവരം മച്ചാനാണ് മച്ചാനെ. ഓനൊക്കെ കൊള്ളാം. ഇനി കപ്പ തിന്നാന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഞാൻ കെട്ടിയെടുത്താണ്ടല്ലോ. കുഞ്ഞപ്പ വെറുതെ മൂപ്പിക്കല്ലേ? ആ ത്രേസ്യെ തപ്പി പിടിച്ചോണ്ട് ഒറ്റ കെട്ടം കടിച്ചാണ്ടല്ലോ. പുറകെ അവരെ കെട്ടിയവരും മക്കളും കൊച്ചുമക്കളെല്ലാം മല കയറി വരും. പിന്നെ റീത്തൊക്കെ മുന്നിൽ കുഞ്ഞപ്പനെ കിട്ടത്തില്ല കേട്ടോ. ഡോക്ടറോട് നിൽക്കുന്നുണ്ട്, മ്യൂട്ട് ചെയ്ത് പറയുക. അപ്പൊ ശരി. ഒരു മിനിറ്റ്. ഇവിടുന്ന് ഏറ്റവും അടുത്ത സർക്കാർ ആശുപത്രി വരെ മിനിമം 3 മണിക്കൂറെങ്കിലും വേണം. പറ്റുമെങ്കിൽ ഡോക്ടർ കുറച്ച് ദിവസമൊക്കെ ഇവിടെ നിന്ന് ഈ സ്പേസ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ചിലപ്പോ ഈ ജീവിതം എന്ന് പറയുന്ന സൂത്രത്തിന് പുതിയ വല്ല ഡയമെൻഷൻസും കിട്ടിയാലോ. ഇങ്ങനെ നിൽക്കല്ലേ? ഒരു ഡീപ് ബ്രെത്ത് എടുത്ത് ഇതെങ്ങനെ എടുത്തോ. കാശ് ചിലവുള്ള കാര്യമൊന്നുമല്ലെന്ന് ചുമ്മാ എടുത്തോ. वहाँ की तो हवा भी अलग ही होगी. थेरेपिस्ट है यार ये सबके. वो जगह ही थेरेपी है. चलो चले गए. उनको 2 सेकंड दे दो और वो फुर्र हो जाएंगे तुम्हारी लाइफ से. അന്ന് പോയിട്ട് പിന്നെ എന്നാ വന്നേ? ഒരു രാത്രി വന്ന് തന്നെ ഇവിടെ ആക്കിയിട്ട് പോയി. പിന്നെ 1-2 ഫോൺ കോൾ.
പക്ഷെ ഇവിടെ എല്ലാവരും അയാളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഡു യു മിസ് ഹിം? ഒരിക്കൽ പോലും കാണാത്ത അയാളെ അന്വേഷിച്ച് ടെസ ഇവിടെ വരെ വന്നില്ലേ? क्या आंसर है यार. ये तो बिना मिले उसको मिस कर रही है. मैं तो मिली हूँ यार. ये जगह बहुत सुंदर है यार. यार वो प्यार Good morning. दूसरी लड़की उनसे. ഈ കാണുന്ന फीलिंग तो आ ही जाती है. ഞാൻ ബാച്ചിലറാ. പിന്നെ നമ്മുടെ കുരുത്തം കെട്ട ഫ്രണ്ട് ഒരുത്തനുണ്ട്. അവനും ഞാനും കൂടെ സെറ്റപ്പ് ചെയ്തെടുത്ത ये സ്ഥലം. लोग आ गए. इनकी ആരും फैमिली यहाँ तक ഇല്ലാത്തവർക്ക് पहुँच കയറി गई. കിടക്കാനൊരു സ്ഥലം. ये तो പോ. ഏ? ആ, വന്ന പടുതി അങ്ങ് പൂ വന്നു. ഊട്ടിയെ വെല്ലുന്ന ക്ലൈമറ്റാ. ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഊട്ടിയാ ये. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. പോണം. നെക്സ്റ്റ് വീക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. മമ്മി താഴേക്ക് വെക്കോ, ഞങ്ങളിപ്പോ വരാം. ഇത് അയാളുടെ സ്ഥലമാണല്ലേ? നിന്റെ സ്വഭാവം അനുസരിച്ച് നീ അയാളെ തപ്പി ഇറങ്ങിയതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ഈ 27 കല്യാണം माय वेडिंग. ओ अब तो जाना पड़ेगा. ഒരുപക്ഷെ നമ്മുടെ ഫാമിലിയിൽ ഇത് ഏറ്റവും അവസാനം അറിയുന്ന ആള് നീയായിരിക്കും. എടി, എന്റെ കല്യാണത്തിന് നീ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന അത്ര വലിയ തെറ്റാണോ? ഹലോ, ആ പൗലുച്ചേ, എന്തു പറഞ്ഞു? ഓഹോ, അവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. ആ, വല്യമ്മച്ചി ഹോസ്പിറ്റലിലാ. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്റെ പേരും പറഞ്ഞ് മമ്മി വല്യമ്മച്ചി വഴക്കായി. അപ്പൊ വല്യമ്മച്ചിയുടെ BP ചെറിയൊരു വേരിയേഷൻ. अभी आएंगे. ഹലോ മമ്മി, ടെസ പാക്ക് ചെയ്യാം. ആ, ഞങ്ങൾ വരാം. ऐसा वहीं पे ही खड़ी है. और अब टेसा को चलना पड़ेगा ग्रैंडमा के लिए. ഞാൻ പോവാ. ആ, ഡോക്ടർ ഒപ്പിച്ച പണിയല്ലേ? കൊല്ലം കുറയായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇല്ലാത്ത പരിഷ്കാരങ്ങളാണ് ഇതൊക്കെ. കുഞ്ഞമ്മച്ചന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ, 70 വയസ്സായി. എന്ന് വെച്ചാ പ്രായമാകുമ്പോ പരിചയം പോവുകയൊക്കെ ചെയ്യും. അതൊക്കെ മറ്റുള്ളവരെ ഷട്ടൗട്ടി അറിയിക്കേണ്ട കാര്യം എന്തുവാ? ഹാപ്പി ബർത്ത്ഡേ. कुंजप्पा बहुत क्यूट है. Thank you for being a wonderful host. ഇനി ഞാൻ അയാളെ എവിടെ പോയാ അന്വേഷിക്കുന്നേ? काइंड ऑफ सर्च जीरो हो जाएगी. फिर ढूंढना पड़ेगा. बस यही आता ना. वो भी इनकी फैमिली को अपना फैमिली समझती है. वो अपनी फैमिली को कुछ ही समझती है, क्योंकि उनकी फैमिली देखो रिच है, सब कुछ है उनके पास, बट उन्हें ये लाइफ चाहिए ही नहीं. वो अभी भी उनके बारे में ही सोच रही है. हाँ, ചേട്ടാ, ഈ വെള്ളം കുടിക്കാൻ കൊള്ളൂ? മലയുടെ മേലെ നിന്ന് വന്നല്ലേ കുടിച്ചോ. ओ अरे अपनी सिस्टर को बताओ, चेटा ये रहे. दिखे कि नहीं? ओ यार, इतना भी खोना नहीं चाहिए अपने दिमाग में. वो सामने खड़े हैं. हाथ भी करके गए. अरे यार. अरे नहीं यार, इनका मिलना नहीं लिखा है. अब तो मैं समझ गया हूँ. क्या है भाई, जगराता चल रहा है माता रानी. ओए यूथ हॉस्टल में ले आए इनको. बेचारी जैसी वो गई है, ये आ गए. बताओ, नसीब नसीब. हाँ, इनका बर्थडे है ना. കുഞ്ഞപ്പോ, कुंजप्पो, ഹാപ്പി ബർത്ത്ഡേ. മറന്നോ? സൗഖ്യമാ? ചേട്ടാ എഴുന്നേക്ക്. പിന്നെ എഴുതേക്കാൻ ഇവരാരും മാർപ്പാപ്പ पो, ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കി. ദേവദാസികളെ കൊണ്ട് വന്നിരിക്കുന്നു. ഇത് ഡിവൈൻ സെന്റർ അല്ലേ? ഓടിക്കും ഞാൻ എല്ലാത്തിനും. ഓടിക്കും. എല്ലാരും ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ താനാണല്ലോ ഓടുന്നത്. മലമുകളിൽ വാഴും ദേവതേ. സൗഖ്യമാ? ഇത് കനി. വിലക്കപ്പെട്ട കനിയൊന്നുമല്ല, നല്ല ഒറിജിനൽ കനിയാണ്. ധൈര്യമായിട്ട് കൈ കൊടുത്തു. ഹലോ. ഹലോ. വരൂ. ഇവിടെയുള്ള എല്ലാ സാത്താന്മാരും തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഇത്രയും കാലം
പള്ളി പട്ടക്കാരൊന്നും ഇല്ലാതെ ജീവിച്ചത്. എന്റെ പൊന്നു കുഞ്ഞപ്പ ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. കേൾക്കാൻ വേണ്ടി തന്നെയാണോ പറയുന്നത്? വല്ലപ്പോഴും കയറി വന്നിട്ട് എന്ത് തോന്നിവാസം കാണിക്കാത്ത എൻ്റെ വിചാരം. എല്ലാത്തിനും കൂടെ അവരെന്തിനാ കെട്ടിയെടുത്തിരിക്കുന്നത്? എനിക്ക് ഒപ്പീസ് കൊല്ലിക്കാനോ? എന്റെ കുഞ്ഞപ്പ പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആരെ കഥ കിട്ടിയിട്ടില്ല. क्या बात है, इस जगह में जो और प्यार चाहिए था वो ये लोग ले आएंगे. हर लोग यहीं पे रहेंगे अब से. हर कोई आ गया, अब तो डॉक्टर आ गया है. മിസ്റ്റർ കുഞ്ഞാപ്സ് ഇവിടെ ഇരിക്കുവാന്നോ? कुंजब കുഞ്ഞപ്പ കുഞ്ഞപ്പ ഒരാളെ പരിചയപ്പെടാൻ വരുമ്പോൾ മോഹൻ തിരിച്ചിരിക്കുവാന്നോ? ഇത് സിസ്റ്റർ തെരേസ് മേരി. 10-30 കൊല്ലമായിട്ട് സീഷൽസിലാ. കാവാലത്തായിരുന്നു വീട്. വീട്ടിലെ പേര് ത്രേസ്യ. ചക്കൂറൊക്കെ ത്രേസ്യ. बचपन का प्यार, कितनों की लाइफ बना दी है इन्होंने यार. और कोई कापी नहीं थी. ആവാ खड़ी ना उन्हें. നല്ല കപ്പ ഇരുമ്പ്. पूकुटी मार. प्रॉपर डेट लगनी चाहिए, बताओ यार. कैसा था तुम मिल रहे हो एक बार? ആ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയ കുഞ്ഞപ്പന്റെ ആ പഴയ പ്രേമല്ലേ, അതാ സാക്ഷാൽ ചക്കപുറക്കെ ത്രേസ്യ. क्या बात है, साक्षात त्रेसिया. अब क्या बोल के छेड़ोगे? എന്റെ കർത്താവേ, സിസ്റ്റർമാർ ഇതുവഴി കൊണ്ടുവരാൻ പറ്റ പാട്. 5-6 കൊല്ലം കൂടുമ്പോൾ 2 ആഴ്ചത്തെ വിസിറ്റിന് വരുന്ന സിസ്റ്റർമാരെ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഏത്തക്കാട്ടച്ചൻ പറഞ്ഞപ്പോ ആ കാലയിലോട്ട് ഒറ്റ വീഴ്ച അങ്ങ് പോയി. ആ കപ്പങ്ങെടുത്ത് കുടമാളൂർ ഭരണങ്ങാനം കുരിശുമല യാത്രക്കിടയിൽ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത കുറെ വയസ്സന്മാര് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒന്ന് കയറി കണ്ട് പ്രാർത്ഥിച്ചേച്ച് പോണേന്ന് അവിടെ കിടന്നോണ്ട് അങ്ങ് പറഞ്ഞു. അല്ലാതെ ഈ സിസ്റ്റർമാരുടെ ഇടയിൽ നമ്മുടെ കുഞ്ഞപ്പം പ്രേമിക്കുന്ന ഒരു പഴയ ത്രേസ്യയുണ്ടെന്ന് പറയാൻ പറ്റുമോ? അതുമല്ലോ കേട്ടാ അവരെന്നെ അപ്പൊ തന്നെ കുരിശേ കേട്ടത്തില്ലായോ? സിസ്റ്റർ ഗുരുവത്തിക്ക് ഷുഗർ ഉള്ളതാ. ഞങ്ങൾ നല്ല മൺമലക്കാരാ. കപ്പ തിന്നിട്ട് ചാവണെങ്കിൽ ഞങ്ങൾ ചാവട്ടെ. ചാവേണെങ്കിൽ ചാവട്ടെ സിസ്റ്ററെ. കല്ലറയിൽ കുരിശിന്റെ കൂടെ ഞാൻ ഒറ്റ കൂടെ കപ്പ കൂടെ വെച്ചു. पता है उनको भी वो दिल में होगा, पर उन्होंने कभी वो चीज निकाली नहीं होगी. कुंजप्पा तो फिर भी बोलते थे ना सबको. ओ ये लोग बात ही नहीं कर पाए क्या ऊपर? लेकिन एज अ नन तो उन्हें नन ही रहना पड़ेगा ना. मैं भी वही सोच रही हूँ. अरे ये जा रही है, यहाँ पे नहीं रह रही है. वो कह रहे थे ना एक बार पाठ पूजा के लिए बुलाया था इनको. बाहर तो बोलना എന്നാലും ഇത് होता है. എവിടെ പോയി തപ്പി പിടിച്ച്? കുറച്ച് നാളായിട്ട് ഇതിന്റെ പുറകെ ഇതിന് സംഭവം കളറായില്ല. ആരെങ്കിലും ഒക്കെ കാത്തിരിപ്പുണ്ടേ പറഞ്ഞാ മതി. കുഞ്ഞപ്പാ കള്ളക്കാമുക Naughty lover. കഥ അടിച്ച് നാണിച്ചിരിക്കുവല്ലേ. ഇവിടെ ഇറങ്ങി കുഞ്ഞപ്പാ. കുഞ്ഞപ്പാ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. खोलो. കുഞ്ഞം क्या हो गया, तू सैड क्यों? ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ऐसा लगता है जैसे कुंजप्पा ने भी काइंड ऑफ सोच रखा था मन में कि ठीक है वो चीज़ एक पॉसिबिलिटी ही नहीं है, मैं बस अब उसका लोग मजाक उड़ाते हैं, मैं भी उनके साथ रहूं. और उन्हें वो स्टोरी बताने में ही ज़्यादा मज़ा आता था कि हाँ देखो मेरे साथ ऐसा हुआ है, मैंने तो प्यार किया था और अभी तक मैं अनमैरिड हूँ बिकॉज मैं उससे प्यार करता था. बट अब उसको रियल में देख के ना उनके जो एक नया चैप्टर लिखा गया ना वो उनसे सहन नहीं हो रहा. भाई यार ये मेरे को लग रहा है ये तो एक एंजल है, बिल्कुल एंजल ही लगता है मुझे, क्योंकि लोगों की विशेस पूरी करते हैं, इतना अच्छा काम कर रहे हैं. मुझे सब समझ में आ रहा है कि बहुत अच्छा और बहुत अच्छा काम कर रहा है. स्टिल मेरी सुई वहीं पे अटकी हुई है कि अब तक वो उस लड़की से क्यों नहीं मिले हैं. ऐसा तो कभी नहीं मिल सकती, मेरे को तो क्लियर हो चुका है. आप लोग क्या लगता है इस बारे में आप हमें कमेंट सेक्शन में जरूर बताइएगा. तो लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और और सब्सक्राइब करिए. बाय.